ദൈവാത്മാവിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ദൈവാത്മാവ് സംസാരിച്ച ഉറപ്പാണ്. പിന്നെ പക്ഷെ ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. കുറച്ചാൾ കഴിഞ്ഞ് കല്യാണമൊക്കെ നടന്നു. ഇപ്പൊ രണ്ടുപേരും രണ്ട് വീട്ടിൽ നിൽപ്പുണ്ട്. എന്തിനാണ് നമ്മൾ എല്ലാ കാര്യത്തിനും ദൈവാത്മാവിനെ പിടിച്ചിരുന്നതെന്ന് അറിയാമോ? എതിരായിട്ട് ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ്. എതിരായിട്ട് ആരും പറയാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമല്ല പരിശുദ്ധാത്മാവ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞ് ഇന്ന് നിന്നെ നല്ല വഴി നടത്തുന്നവരാ പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നവരെയൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. ജയം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താലും പറയും പരിശുദ്ധാത്മാവിനോട്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ്, എനിക്കറിയാൻ മേലാത്തൊരു കാര്യം ഇതാ, ഈ പരിശുദ്ധാത്മാവ് ഒരുത്തരോട് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് എങ്ങനെ വേറൊരുത്തരോട് പറയും? അതോ പരിശുദ്ധാത്മാവ് രണ്ടുണ്ടോ? ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. എന്റെ പാസ്റ്റർ ഞങ്ങൾ ഇച്ചിരി ചാർജ് ആയിട്ടിരുന്ന പാസ്റ്റർ ഉള്ളതും കൂടെ അങ്ങനൊന്നും പോകത്തില്ല. നല്ല സാധനം വരും. ഇതൊക്കെ കേട്ടാലേ നല്ല സാധനം വരും. പാപം ചെയ്തിട്ടും അന്യഭാഷ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതങ്ങ് പോയി കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രണ്ട് സന്ദേശം തലയിൽ നിന്ന് വരത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്റെ തലയിൽ നിന്ന് രണ്ട് സന്ദേശം എനിക്ക് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? വലത്തേക്കാലിനോട് തല പറയാം മുമ്പോട്ട് നടക്കണം, ഇടത്തേക്കാലിനോട് തല പറയാം പുറകോട്ട് നടക്കണം. അപ്പൊ എന്തോ സംഭവിക്കും അവിടെ? മുമ്പോട്ടും ഇല്ല പുറകോട്ടും ഇല്ല. ഇവൻ കിടന്നങ്ങ് വിഷമിക്കുക. പല പുള്ളികളും ഇങ്ങനെ വിഷമിക്കുന്ന കാര്യം എന്താണെന്നറിയോ? രണ്ട് സന്ദേശം വരുന്നുണ്ട്. രണ്ട് സന്ദേശം വരുന്നോണ്ടാ. ഒരു സന്ദേശം വന്നാൽ അവൻ മുമ്പോട്ട് തന്നെ പോകും. രണ്ട് സന്ദേശം വരരുത്, ഒരു സന്ദേശം വരാവുള്ളൂ. ഏക തലയായ ക്രിസ്തുവിൽ നിന്ന് വരുന്ന സന്ദേശം മാത്രം മതി നമുക്ക്. ഒരു സംഘടനയിൽ നിന്ന് വരുന്ന സന്ദേശം വേണ്ട, ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന സന്ദേശം വേണ്ട. ഒരേ ഒരു തലയായ ശിരസായ ക്രിസ്തുവിൽ നിന്ന് വരുന്ന സന്ദേശത്തിന് ചെവി കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഏക ശിരസിൽ നിന്ന് വരുന്ന ആ സന്ദേശത്തിന് വേണ്ടി ഒന്ന് നിന്നാൽ ഈ ബോഡി പെർഫെക്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ആകെപ്പാട് അസ്വസ്ഥമായിരിക്കും എപ്പോഴും. ഈ ബോഡി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊരു അവയവം വേറൊന്നും ചെയ്യുക. ഇനി മറ്റൊരു കാര്യം എനിക്കറിയാൻ മേലാത്തത്, ഈ ഒരേ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എങ്ങനെ ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് എനിക്കറിയാൻ മേലാത്തത്. ഇടത്തെ കൈ പോയി വലത്തെ കൈക്ക് അടിക്കും, വലത്തെ കാൽ ഇടത്തെ കാലിനടി ചവിട്ടും. കാണാറില്ലേ സഭകളില്? ഹല്ലേലൂയ. അതിന്റെയൊക്കെ പിന്നിട്ടൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ വേദന അനുഭവിക്കുന്ന കാണുമ്പോൾ മാറിയിരുന്ന് കൈകൊട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ തല വേറെയാ, നീ ആ ശരീരവുമായിട്ടൊരു ബന്ധമില്ല. എന്റെ ഇടത്തെ കൈ വേദനിക്കുമ്പോൾ വലത്തെ കൈ ഓടിച്ചെന്ന് ആശ്വസിപ്പിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. വലത്തെ കൈ മാറിയിരുന്ന് സന്തോഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷിക്കേണ്ടതായിട്ട് വരുന്നത്? ഈ തലയിൽ നിന്നുള്ള ബന്ധത്തിന്റെ കുഴപ്പമാണ്. ഞാൻ പറയാം, ആ ബന്ധം ഒന്ന് കറക്റ്റ് ആക്കാതെ എന്തായാലും ആരാധിച്ചിട്ട് ഒരു പ്രയോജനമില്ല. എത്ര അന്യഭാഷ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് നാം തിരിച്ചറിയണം. എന്താ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ? ബഹളം വെക്കുന്ന സാധനമാണോ? ചാടുന്ന സാധനമാണോ? അല്ല. അകത്ത് വന്നതിന്റെ ബാഹ്യ പ്രകടനം മാത്രമേ പുറത്താണ് വരുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് എന്താണെന്നറിയാമോ? നാം വിശുദ്ധരായി തീരുമെന്നുള്ളതാണ്. എന്താ സംഭവിക്കും? വിശുദ്ധി ഉണ്ടാവും. അടുത്ത കയ്യെ പിടിച്ച് കുലിക്കിട്ട് പറ, വിശുദ്ധിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പറയാൻ തന്നോടുള്ളവർ മാത്രമേ പറയാവുള്ളൂ. ചാടാൻ വേണ്ടി വന്നവർ പറയരുത്. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വന്നവർ മാത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആദ്യം സംഭവിക്കുന്ന എന്താണ്? നമ്മൾ വിശുദ്ധരാകും. അല്ലേ? ആ പരിശുദ്ധ ആത്മാവെന്നുള്ള പദം രണ്ടായിട്ടൊന്ന് തിരിച്ചറി നോക്കിയേ. പരിശുദ്ധ അധികം ആത്മാവ് സമം പരിശുദ്ധാത്മാവ്. രണ്ട് പദങ്ങളാ. ഒന്ന് വിശുദ്ധി, രണ്ട് ആത്മാവ്. അതാ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരാൻ വിശുദ്ധി അല്ല ആവശ്യം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരാൻ വിശുദ്ധി അല്ല ആവശ്യം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരാൻ ആവശ്യം വിശ്വാസമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു,
യോഹന്നാൻ 7:37 ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. ആരുടെ ഉള്ളിൽ നിന്ന്? ആരോടെ യേശു നിന്ന് പ്രസംഗിക്കുന്ന? പെന്തക്കോസ്തുകാരോടല്ല. ശാസ്ത്രിമാരും പരീശന്മാരും തത്വജ്ഞാനികളും സദൂക്യരും യഹൂദ പ്രമാണിമാരും യഹൂദ അറബിമാരും അടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ മുൻപാകെ നിന്നിട്ട് യേശു വിളിച്ചു പറയുക, നീ ഇപ്പോൾ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകാൻ പോവുകയാണ്. അതെന്തോ നദിയാ? നിസാര നദിയെ കുറിച്ചല്ല പറഞ്ഞേ, തിരുവെഴുത്ത് പറയുന്നത് പോലെ. എന്തിനാ യേശു ഈ പദം പറഞ്ഞേ? ഈ തിരുവെഴുത്ത് അന്ന് ആരോ ഉപയോഗിക്കുന്നേ? യഹൂദന്മാർ ഉപയോഗിക്കുന്നു. ഏതാണ് ഈ തിരുവെഴുത്ത്? നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമം. അപ്പോൾ യേശു പറയുക, നിങ്ങളുടെ തിരുവെഴുത്തി പറയുന്നുണ്ട് എന്നിൽ നിന്നൊഴുകുന്ന നദിയെ കുറിച്ച്. അവർ പെട്ടെന്ന് അവരുടെ തിരുവെഴുത്തെടുത്ത് മറിച്ചു നോക്കിയപ്പോൾ അവർ കണ്ടുപിടിച്ചു ഏതാണ് ആ നദി. പ്രവചനത്തിലേക്ക് വരുമ്പോൾ 47-ാം അധ്യായത്തിൽ അവർ ആ നദി കണ്ടു. പഴയ നിയമ ദേവാലയ തിരുമലപ്പുഴയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുകയാണ്. ആ നദി ഒഴുകിയപ്പോൾ തന്നെ അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ആ നദി ഒഴുകിയപ്പോൾ തന്നെ അളക്കാനായിട്ട് ഉള്ളി വന്നു. അന്ന് മുതൽ ഇന്ന് വരെ എവിടെയൊക്കെ നദി ഒഴുകിയിട്ടുണ്ടോ അവിടെയെല്ലാം അളവുകാരുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ നോക്കിക്കോ, എവിടെയൊക്കെ നദി ഒഴുകിയിട്ടുണ്ടോ അവിടെയെല്ലാം അളവുകാരുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അന്ന് വന്ന അളവുകാരൻ നല്ല ഉദ്ദേശത്തോടെ വന്നതാ. ഇനി അടുത്തൊരു ഭാഗമുണ്ട്. ഈ അളവുകാരൻ അളക്കാൻ തുടങ്ങി. ഇദ്ദേഹം അളന്നത് ദൂരമായിരുന്നു, ആഴമായിരുന്നു. അളവുകാരൻ അളന്നോ? അളവുകാരന്റെ ആയുസിലവൻ ആഴം അളക്കത്തില്ല. അളവുകാരൻ അളന്ന നീളമാണ്. പക്ഷെ ആഴം അളന്നാരാന്നറിയാമോ? ഇവൻ തന്നെയാണ്. ഇവൻ എങ്ങനെയാ അളന്നേ? ഒരു മുഴക്കോല് കൊണ്ടല്ല അളന്നത്. പിന്നെയോ ഇവന്റെ ശരീരം കൊണ്ടാണ് ഇവൻ അളന്നേ. ഇന്ന് പകൽ വ്യക്തമായി ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനെ അളക്കേണ്ടത് പേപ്പറും പേനയും കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെ അളക്കേണ്ടത് ശരീരം കൊണ്ടാണ്. അതുകൊണ്ടാ ചിലര് തുള്ളുന്നേ, അതുകൊണ്ടാ ചിലര് കൈയടിക്കുന്നേ, അതുകൊണ്ടാ ചിലര് നൃത്തം ചെയ്യുന്നേ. മനസ്സിലാകുന്നവർ